ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. മലയാളത്തിൽ ഇതിനു മുമ്പ് ആരും ഈ വിഷയം ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം നാർസിസ്റ്റ് വിക്റ്റിമും അതേപോലെ സൈക്കോളജി മേഖലയിലുള്ള വിദ്യാർത്ഥിനികളും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടും. നമുക്കറിയാം, നാർസിസ്റ്റ് എപ്പോഴും ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അവർ വാക്കുകൾ കൊണ്ട് അമ്മാനമാടും. വാക്കാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. കളവ് പറയാനും എന്തും കുറ്റപ്പെടുത്താനും ഒരു മടി അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ ഈ വാക്ക് കൊണ്ട് അമ്മാനമാടുന്ന രീതിക്ക് സൈക്കോളജിയിൽ ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വേർഡ് സലാഡ് എന്നാണ് പറയാം. നമുക്കറിയാം, സലാഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരു ഭക്ഷണ വിഭവമാണ്. ഇതുപോലെ തന്നെ വേർഡ്സ് കൊണ്ട് അവർ സലാഡ് നിർമ്മിക്കും. സലാഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്കുകൾ കൊണ്ട് അവർ അമ്മാനമാടും. എന്നിട്ട് അവരുടെ എതിരാളികളെ തോൽപ്പിക്കും. ഇതൊന്നും പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ പറയുകയാണെങ്കിൽ ഡാർക്ക് സൈക്കോളജിയിൽ ഇതിനെ പെടുത്താം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ഡാർക്ക് സൈക്കോളജിയിൽ പെടുത്താം. അത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡീപ്പായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഓരോ കുതന്ത്രവും മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ എതിരിടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഇത് ആഴത്തിൽ തന്നെ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫൈ ലോജിക് എന്നാണ്. ഡിഫൈ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് സാമാന്യ യുക്തിക്ക് യോജിക്കാത്ത രീതിയിലുള്ള സംസാരം, എന്നാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയല്ലേ എന്ന് തോന്നിപ്പോവുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ റിലീജിയസ് ആയിട്ട് ഉൾക്കൊള്ളുന്ന ചില നാർസിസ്റ്റ് ഉണ്ടാവും. അതായത് അവർ റിലീജിയസ് വിശ്വാസിയൊന്നും ആയിരിക്കില്ല, പക്ഷെ ഞാൻ മതവിശ്വാസിയാണെന്ന് പറഞ്ഞെടുക്കുന്ന നാർസിസ്റ്റ്. അത്തരം മുസ്ലിം നാമധാരിയായ ഒരു നാർസിസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ എപ്പോഴും ഭാര്യയെ ഒതുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഭാര്യയുടെ കടമ നിനക്കറിയാലോ, ഭർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കണം, ഭർത്താവിന് വിട്ടുവീഴ്ച ചെയ്യണം, ഭർത്താവിന് കീഴൊതുങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവർ ശക്തമായി ഭാര്യയെ കൺട്രോൾ ചെയ്യും. ഏതിനും ഇത് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭാര്യയുടെ മനസ്സിൽ എപ്പോഴും ഒരു കുറ്റബോധമായിരിക്കും. പോട്ടെ, ഇനി മറ്റൊരു കാര്യം പറയാം. ഇവർ വ്യഭിചാരം ചെയ്യാണ്. അതായത് ഒരുപാട് പരസ്ത്രീകളുടെ അടുത്ത് പോകണം. നമുക്കറിയാം, എല്ലാ മതങ്ങളും പരസ്ത്രീകളുടെ അടുത്ത് പോകുന്നത് മോശമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക് റിലീജിയസിലും അങ്ങനെ തന്നെ. അപ്പോൾ ഏറ്റവും മോശമായൊരു തെറ്റായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ ഭാര്യ തെളിവോടുകൂടി പിടിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇയാൾ പറയാണ്, നീ എന്താണ് പറയുന്നത്? ഭർത്താവിനെ ചോദ്യം ചെയ്യാനോ ഭർത്താവിനെ കുറ്റപ്പെടുത്താനോ ഭർത്താവിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനോ ഭാര്യയ്ക്ക് സാധിക്കില്ല, ചെയ്യാൻ പാടില്ല. നീ എന്ത് മോശമാണ് ചെയ്യുന്നത്? നീ ആരോട് സംസാരിക്കുന്നത്? നിൻ്റെ ഭർത്താവല്ലേ, നിൻ്റെ ഭർത്താവരോട് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ ട്വിസ്റ്റ് ചെയ്യും. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യുക്തിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മറുപടി ആയിരിക്കും. യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്യുന്ന അങ്ങേയറ്റം മോശപ്പെട്ട കാര്യത്തിനെ ചോദ്യം ചെയ്യാനോ അന്വേഷിക്കാനോ പാടില്ല എന്ന് പറയുന്നത് എത്ര ഭംഗത്വമാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യും? ഇവർ വാക്ക് കൊണ്ട് അങ്ങനെ വരുത്തി തീർക്കും. അങ്ങനെ ഈ സ്ത്രീക്ക് തന്നെ തോന്നും, ഓ, ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയോ, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, അതങ്ങനെ ചോദിക്കാൻ പാടില്ലേ എന്ന ചിന്ത ഈ സ്ത്രീയിൽ മെല്ലെ വരാൻ തുടങ്ങും. ഇതാണ് ഡിഫൈ ലോജിക് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സർക്കുലർ ആർഗ്യുമെൻ്റ് ആണ്. അതായത് ഈ ചർച്ച അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ഇങ്ങനെ വട്ടത്തിൽ നീണ്ട് ഇങ്ങനെ പോകും. ഇത് തീരൂല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഒരാൾ പറയാണ്, ഒരു നാർസിസ്റ്റ് പറയാണ്, അയാൾ മോശപ്പെട്ട ലീഡറാണ്, അയാൾ ഒന്നിനും കൊള്ളൂല എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അയാൾ മോശം ലീഡർ എന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് എന്ത് തെളിവുണ്ടാകും? നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അപ്പോൾ ഇയാൾ പറയുന്നത്, ഈ നാർസിസ്റ്റ് വീണ്ടും പറയാണ്, അയാൾ എടുക്കുന്ന തീരുമാനമൊക്കെ പൊട്ട തീരുമാനമാണ്, മോശം തീരുമാനമാണ്, അതുകൊണ്ട് തന്നെ അയാളൊരു മോശം ലീഡറാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, അയാൾ എടുക്കുന്ന തീരുമാനം മോശം ആണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഇയാൾ വീണ്ടും പറയാണ്, അയാളൊരു മോശം ലീഡറാണ്, മോശം ലീഡറാകുമ്പോൾ മോശം തീരുമാനം എടുക്കുക, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. വേണമെങ്കിൽ ഈ എക്സാമ്പിൾ 1-2 പ്രാവശ്യം കേട്ട് നോക്ക്. ഈ ചർച്ചയിൽ എവിടെയെങ്കിലും എത്തും. അതായത് മോശം ലീഡറാണ്, മോശം ലീഡറായത് കൊണ്ട് മോശം തീരുമാനം എടുക്കുന്നു, മോശം തീരുമാനം എടുക്കുന്നതുകൊണ്ട് മോശം ലീഡറായി. ഇങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളോട് നിങ്ങൾ സംസാരിച്ച് എപ്പോൾ തീരാനാണ്? പലപ്പോഴും ഈ ബുദ്ധിമുട്ട് കൗൺസിലിങ്ങിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഞാൻ ഈ എടുത്തൊരു കേസുണ്ട്, ഒരു പ്രമാദമായ കേസ്. ചിലപ്പോൾ ഞാനത് പിന്നീട് വിശദമായി പറയാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കേസ്. പ്രത്യേകിച്ച് നമ്മളെങ്ങനെ കൊണ്ടുവന്നാലും അവരിങ്ങനെ വളച്ചൊടിച്ച് ആദ്യത്തിലേക്ക് തന്നെ എത്തിക്കും. എന്നിട്ട് അവർ പറയും, നിങ്ങൾ എന്തിനായി സംസാരിച്ച് എന്നെ വീണ്ടും ചോദിക്കുന്നത്? നിങ്ങൾ ഇതന്നെ ആവർത്തിക്കുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ആവർത്തിക്കുന്നല്ല, ഇവരിങ്ങനെ നമ്മളെ പിന്നാലെ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ആ ലൂപ്പിൽ പെടാണ്. ആ ലൂപ്പിൽ പെട്ട് അതേ ചോദ്യത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഇതിൽ പുറത്ത് കടക്കാൻ അവർ സമ്മതിക്കില്ല. പുറത്ത് കടന്നു കഴിഞ്ഞാൽ അവർ കുടുങ്ങും. അവർ കുടുങ്ങാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, സൈക്കോളജിസ്റ്റുകൾ വരെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പെട്ടുപോകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണ ഒരു മനുഷ്യൻ, ഒരു ഭർത്താവട്ടെ ഭാര്യയാവട്ടെ, അവരെങ്ങനെ എസ്കേപ്പ് ചെയ്യും? അവരെങ്ങനെ രക്ഷപ്പെടും? സാധ്യത ഒട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ കേൾക്കുന്ന എല്ലാവരോടായിട്ട് പറയുകയാണ്, ഇവരെ നേരിടുക എന്നുള്ളത് എളുപ്പമല്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് ബ്ലാറ്റന്റ് കോൺട്രാഡിക്ഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നഗ്നമായ വൈരുദ്ധ്യം. ഒരു ഉദാഹരണം പറയാം. ഒരാൾ നാസിസ്റ്റിനോട് ചോദിക്കുകയാണ്, നീ അല്ലേ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, പക്ഷേ നിന്നെ ഞാൻ ടൗണിൽ കണ്ടിരുന്നല്ലോ, അതെങ്ങനെ ശരിയാവും? അപ്പോൾ അയാൾ, ഈ നാസിസ്റ്റ് മറുപടി പറയാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, നിനക്ക് എന്തോ തോന്നിയതായിരിക്കും, നിനക്ക് വേറെ ആരും കണ്ടിട്ട് ഞാനാണെന്ന് തോന്നിയതായിരിക്കും. യഥാർത്ഥത്തിൽ ഇയാൾ വീട്ടിലല്ല, ടൗണിലാണ് ഉണ്ടായത്. അത് മറ്റാൾ കണ്ടു എന്നുള്ളതും ഇയാൾക്കറിയാം. പക്ഷേ ഇയാൾ ആ സത്യത്തെ അംഗീകരിക്കാണ്ട് മെല്ലെ ഈ കോൺട്രാഡിക്ഷൻ, വൈരുദ്ധ്യം പറയാണ്, കളവ് പറയാമെന്ന് തന്നെ പറയാം. ഇതൊരു ടെക്നിക്കാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നേരം പിടിച്ചേക്കാൻ പറ്റില്ല. മാത്രമല്ല തെളിവ് ഹാജരാക്കണ്ട. ഇങ്ങനെ ഇപ്പോൾ ടൗണിൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് ഹാജരാക്കണം. തെളിവ് നമ്മളെ കയ്യിലുണ്ടാവില്ല. കണ്ടു എന്നുള്ളത് നമ്മളെ കണ്ണിൻ്റെ വിശ്വാസം മാത്രമാണ്. അപ്പോൾ ആ കണ്ണിൻ്റെ വിശ്വാസം നമുക്ക് തന്നെ തോന്നും, ഞാൻ കണ്ടത് ഇയാളല്ലേ. നമുക്ക് തന്നെ നമ്മുടെ കണ്ണിനെ അവിശ്വസിക്കുന്ന, നമ്മുടെ ചെവിയെ അവിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് ഇയാളുടെ വാക്കിനെ വിശ്വസിച്ച് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അവിശ്വസിക്കുന്ന അവസ്ഥ ഉറപ്പായിട്ടുണ്ടാവും. ഇതാണ് വിക്ടിമിന് എപ്പോഴും സംഭവിക്കുക. വിക്ടിമ് നിരന്തരം ഇത്തരം കളവ് കേട്ട് അവർക്ക് സ്വന്തം കണ്ണിനെയും സ്വന്തം ചെവിയെയും സ്വന്തം അനുഭവങ്ങളെയും വിശ്വാസമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഇല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കും. ഇത് ഒന്ന് രണ്ടൊന്നല്ല, തുടർച്ചയായി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ട്, എല്ലാ കാര്യത്തിലും ഡൗട്ടാവും. എങ്ങനെയാണ് വിക്ടിമിന് ഡൗട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കളവ് കേട്ടിട്ടാണ് ഡൗട്ട് ഉണ്ടാവുന്നത്. ഇതും പ്രധാനപ്പെട്ട വാക്കുകൾ കൊണ്ടുള്ള ഒരു കളി തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീഡയറക്റ്റിംഗ് ആണ്. റീഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ വല്ല ചാനൽ മാറ്റാം. അതായത് ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് വല്ല സബ്ജക്റ്റിനെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരാൾ ഒരു നാസിസ്റ്റാണ്. ആ നാസിസ്റ്റിൻ്റെ കാറിൽ നിന്ന് ഈ ഇന്നർ വെയർ കിട്ടി, ഏതോ ഒരു ലേഡീസിൻ്റെ ഇന്നർ വെയർ കിട്ടി. ഇത് ഭാര്യ കണ്ടു. ഭാര്യ കണ്ട സമയത്ത് ഭാര്യ ചോദിക്കുകയാണ്, ഇതിലേതോ സ്ത്രീൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ആരുതാണ്? എൻ്റെ കാറിലോ? അത് ചിലപ്പോൾ നിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ എൻ്റെ ഒന്നല്ല, നിൻ്റെതല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടിട്ടായിരിക്കും. അതിന് ഞാനെന്ത് ചെയ്യാൻ? എൻ്റെ കാറിൽ ആരൊക്കെ കയറി പോകുന്നുണ്ട്, ഇതൊക്കെ നോക്കാനാണ് എൻ്റെ പണി. മാത്രമല്ല നിനക്ക് സംശയരോഗമാണ്. നീ എപ്പോഴും ഇങ്ങനെ എന്നെ സംശയിച്ചിട്ട് നിനക്ക് വേറെ പണിയുമില്ലേ? നീ സത്യം പറഞ്ഞാൽ നിനക്കെന്തോ മാനസിക പ്രയാസമുണ്ട്, നീ ഒന്ന് ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. അതായത് ഒറ്റ യുക്തിപരമായ ചോദ്യം ചോദിച്ചതിൻ്റെ പിന്നിൽ ഇയാൾ പോയിട്ട് ഇവളെ സംശയരോഗിയും ഇവളെ മാനസിക രോഗിയാക്കി മാറ്റി. ഇതിങ്ങനെ സ്ഥിരം നടക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് സംശയരോഗമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ദേഷ്യക്കാരിയായതുകൊണ്ടാണ്. തിരിച്ചും ഞാൻ ഈ പറയുന്ന സമയത്ത് സ്ത്രീകൾ മാത്രം വിചാരിക്കരുത്, പുരുഷന്മാരായ വിക്ടിമും ഉണ്ടാവും, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എങ്കിലും ഇങ്ങനെ പറഞ്ഞ് നമുക്ക് തന്നെ തോന്നും എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് തോന്നിക്കും. ഇവിടെയും സംസാരം കൊണ്ടാണ് ഇവർ പിടിച്ചേക്കുക. എപ്പോഴും ഏതൊരു കാര്യത്തിലും ഇവരെന്ത് ചെയ്യും? റീഡയറക്റ്റ് ചെയ്യും. ഒരിക്കലും ആ സബ്ജക്റ്റിൽ നിന്ന് നല്ല അടുത്ത സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോകും. ഞാനിത് പലപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇവരുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ആ തെറ്റിന് മറുപടി കൊടുക്കാതെ അടുത്തൊരു കാര്യത്തിലേക്ക് സബ്ജക്റ്റ് മാറ്റും. പിന്നെ അതിൽ ചർച്ചയില്ല, പിന്നെ മൊത്തത്തിൽ അതിൽ നിന്ന് മാറി അടുത്ത സബ്ജക്റ്റ് ആയിരിക്കും വിഷയം. പലപ്പോഴും നമ്മളിങ്ങനെ ചോദിക്കും, ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ചിലവിനൊന്നും കൊടുക്കില്ല, അപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്ന മോശമല്ലേ? അപ്പോൾ അവർ നല്ല സബ്ജക്റ്റ് മാറ്റും. അവർ പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് സാറേ, ആ വാങ്ങിക്കൊടുത്തതിനൊക്കെ പറ്റി സാറിന് അറിയോ, സാറിനോട് അവൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലവിന് കൊടുത്തോ എന്നുള്ളതിന് മറുപടി കിട്ടിയില്ല. നേരെ മറിച്ച് വേറൊരു മറുപടി അവിടെ കൊടുത്തു. ആ മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ഇവൾക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്, അത് ചിലവിന് തുല്യമാവില്ലല്ലോ. എപ്പോഴെങ്കിലും എന്തെങ്കിലും സന്തോഷം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലവ് ബോംബിങ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഇതിലേക്ക് നല്ല റീഡയറക്റ്റ് ചെയ്തു. അതായത് നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ ശ്രദ്ധ മാറുകയും ചെയ്തു. രണ്ട്, ചിലവിന് കൊടുത്തു എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ഒരു സമയത്ത് രണ്ട് വെടി എന്ന് പറയൂലേ, രണ്ട് കാര്യം അവിടെ നടന്നു. ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ വരുമാനം. ഇതാണ് അടുത്തൊരു രീതി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വേർഡ് ട്വിസ്റ്റിംഗ്. വാക്കുകൾ കൊണ്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഭർത്താവിൻ്റെ പേഴ്സിൽ നിന്ന് നാസിസ്റ്റായ ഭാര്യ കുറച്ച് പൈസ മോഷ്ടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചിലവിനൊന്നും കൊടുക്കാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ, എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ചധികം പൈസ എടുക്കണം. ഇത് കണ്ടുപിടിച്ചപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിച്ചല്ലേ? അപ്പോൾ ഇവൾ പറയാണ്, ഞാൻ പൈസ മോഷ്ടിച്ചൊന്നുമല്ല, ഞാൻ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു, നമ്മൾ രണ്ടാൾ ആവശ്യത്തിനാണ്, ഞാൻ അതെടുത്തു, അത് തിരിച്ചവിടെ തന്നെ വെക്കും, അതിനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കും തോന്നും, അവർ എന്തോ ആവശ്യത്തിനെടുത്തു തിരിച്ചു വെക്കൂലേ?
ഇത് ഈ ഭർത്താവിന് അറിയാം, മുമ്പ് ഇതുപോലെ ഒരുപാട് പൈസ എടുത്തിട്ടുണ്ട്, അതൊന്നും തിരിച്ചു വെച്ചിട്ടില്ല. ഈ കണക്ക്, ഈ പൈസ എവിടേക്ക് പോകുന്നു എന്നത് വ്യക്തവുമല്ല. ചോദിച്ചാൽ ഉത്തരം പറയൂല, ചോദിച്ചാൽ വീണ്ടും പല ആർഗ്യുമെൻറ്റും. നിങ്ങൾക്ക് അല്ലെങ്കിലും എനിക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്താ തരാറ്, നിങ്ങൾക്ക് വേണ്ടി ഒരു വേലക്കാരി, അതിനപ്പുറം ഞാൻ ആരാണ് എന്ന് ചോദിച്ച് ഒരു കുറ്റബോധം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. അത് വിചാരിച്ചിട്ട് ഭർത്താവ് എന്ത് ചെയ്യും? മുണ്ടൂല. അവിടെ തന്നെ ഇവളങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ മുണ്ടാതിരിക്കും. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി അവിടെ പിടിച്ചേക്കുന്ന അവസ്ഥയാണ്. തീർന്നിട്ടില്ല, ഇനി ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. വരും വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയും. ഞാൻ എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിലെ ഇത്തരം സംസാരത്തിലെ വൈരുദ്ധ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് പ്രസൻറ്റ് ചെയ്യും. വീണ്ടും കാണാം. നന്ദി.